ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. We'll go to the book of Colossians chapter 3 and we will read from verses 1 and 2. ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട്. Thank you, Abel, for reading those verses aloud. ദൈവം നമുക്ക് നൽകി തന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വചനങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. Very encouraging verses, and Apostle Paul is reminding us, therefore, if you have been raised up with Christ, keep seeking the things above where Christ is, seated at the right hand of God. Set your mind on things above, not on the things that are on earth. ആകയാൽ നിങ്ങൾ ക്രിസ്തു യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവീൻ. സോ അല്പസമയത്തിനകം ചെറിയ മെസ്സേജ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. When you go through Colossians chapter 1 and 2, chapter 1 and 2 mostly deals with the doctrinal aspect. In which Paul is dealing with doctrines. ഒരുപാട് ഡോക്ട്രിൻസ് ആണ് പറയുന്നത്, തിയറീസ്. ഓക്കെ, and in chapter 1 and 2 he talks about the supremacy of Jesus Christ. He explained how supreme Jesus is. യേശുവിൻ്റെ ഔന്നത്യത്തെ പറ്റി, ദ ഗ്രേറ്റ്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ മഹാത്മ്യത്തെ പറ്റിയൊക്കെ പറയുകയാണ്. ആൻഡ് ഓൾസോ ഇൻ ദാറ്റ് സെഷൻ, ലൈക്ക് വെൻ യു കം ടു ചാപ്റ്റർ 2, Apostle Paul says that it talks about the believers' union with Christ. You have to put on Christ. You become one with Christ. Which Christ? The supreme Christ. Okay, so you become one with the supreme Christ. ഈ ഉന്നതനാകുന്ന യേശുവിനോട് നമ്മൾ ഒന്നായിത്തീരുന്നു. ആൻഡ് ഹി ടോക്സ് അബൌട്ട് ബാപ്റ്റിസം ഫ്രം chapter 2 verse 12 onward. Says we become one with the death of Jesus Christ through baptism, and we and we also resurrect with Jesus Christ. So ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. And in Galatians, Apostle Paul talks about clothing yourself with Christ, right? It's like putting on a garment, like an outfit. You have to put on Christ. So in nutshell, in chapter 1 and 2, എന്താണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ചോദിച്ചാൽ, he talks about something has happened to you. Okay, നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു. Not a simple thing, something great has happened to you. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മേന്മയേറിയ മഹത്തരകരമായ കാര്യം സംഭവിച്ചിരിക്കുന്നു. So when he come to chapter 3, he says, live according to what has happened to you. Praise God. നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് സംഭവിച്ചിരിക്കുന്നു, ആ സംഭവിച്ചതിനൊത്തവണ്ണം ഇനി നിങ്ങൾ ജീവിക്കണം. Praise God. So the standard of your life should change. The perspective of your life should change, and everything pertaining to your life should change. നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യും. Because you have been united with Christ, your entire lifestyle must now reflect that new reality. Praise God. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റി, അതാണ് വേഴ്സ് നമ്പർ 3 പറയുന്നത്, we have been raised with Christ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം? We have to live like those who are resurrected. ഉയർത്തെഴുന്നേറ്റവരെ പോലെ ജീവിക്കണം. Not like that.
മരിച്ചവരെ പോലെ ജീവിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ എങ്ങനെ ജീവിക്കണം? ഉയർത്തെഴുന്നേറ്റ്. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് ഇപ്പം അങ്ങോട്ട് തോന്നുന്നില്ല. പ്രൈസ് ഗാഡ്. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഹൗ ഷുഡ് വി ലിവ്? വി ഹാവ് ടു ലിവ് ലൈക്ക് ദോസ് ഹു ആർ റിസറക്റ്റഡ്. ഉയർത്തെഴുന്നേറ്റ അതിൻ്റെ ഒരു എനർജിയും അതിൻ്റെ ഒരു ഹോപ്പും അതിൻ്റെ ഒരു ഫെയ്ത്തും നമുക്കുണ്ട്. വി ഹാവ് ടു ലിവ് അവർ ലൈഫ് ലൈക്ക് ദാറ്റ്. That is how Apostle Paul, talks about in chapter 3 and verse number 1 onward. ഇനി chapter 3 and verse 1 വരുമ്പോൾ it's beautiful. വളരെ മനോഹരമായ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, therefore if we have been raised up with Christ, ക്രിസ്തുവേശുവിനോട് കൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. Okay, this is not only talking about the future event. ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. ബട്ട് ഇറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ് ഇൻ അസ്. അത് ചാപ്റ്റർ 2 വേഴ്സ് 17 തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് വെൻ എ പേഴ്സൺ ഈസ് റിസറക്റ്റഡ് ഫ്രം ഹിസ് ഓൾഡ് ലൈഫ്, ഓക്കെ, ദാറ്റ് ബ്രിങ്സ് എ ന്യൂ ഐഡൻറ്റിറ്റി. മനസ്സിലാകുന്നുണ്ടോ? ഒരു പുതിയ ആളായിട്ട് തുടങ്ങുകയാണ്. So, listen to me. നിങ്ങൾ എന്നോട് ചിന്തിക്കണം. So, when we talk about we have been resurrected with Christ, that talks who we are. In other words, our identity. നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ്? നമ്മൾ ആരാണ്? നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരാണ്. That is our new identity. Praise God. നമ്മുടെ പുതിയ ഐഡൻറ്റിറ്റി എന്താണ്? ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ if we have resurrected with Christ, then Apostle Paul says, keep seeking the things above and set your mind on things above. അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കണം? ഉയരത്തിലുള്ളത് ചിന്തിക്കണം. Now, the moment when you hear about Christ as raised from the dead, what do you understand? There are many things that we can understand, but one of the profound and the most important thing is like he has defeated death and hell and came out victoriously. It means it talks about success and victory. അല്ലേ? യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, എന്ന് നമ്മൾ പറയുമ്പോൾ, അത് ആദ്യം കൊണ്ടുവരുന്ന ചിന്ത എന്താണ്? സക്സസ് ആൻഡ് വിക്ടറി. വിജയത്തെ പറ്റിയാണ്, പരാജയത്തെ പറ്റിയല്ല. നൗ നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? ഹൂ വി ആർ. നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? വി ഹാവ് ബീൻ raised with, അങ്ങനെയല്ലേ പറയുന്നത്? ഇഫ് വി ഹാവ് ബീൻ raised up with Christ, ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വിച്ച് മീൻസ്, അതിൻ്റെ അർത്ഥം എന്താണ്? വേർ ഡു വി ബിഗിൻ? നമ്മൾ ആരാണ്? നമ്മൾ എവിടെയാണ് ആരംഭിക്കുന്നത്? പ്രൈസ് ഗോഡ്. വി ബിഗിൻ ഫ്രം വിക്ടറി. ഓക്കെ, വി ഡു നോട്ട് വർക്ക് ഫോർ വിക്ടറി. നമ്മൾ ഇന്ന് പകൽക്കാലം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആസ് ചിൽഡ്രൻ ഓഫ് ഗോഡ്, വി ഡു നോട്ട് വർക്ക് ഫോർ വിക്ടറി, ബട്ട് ബിക്കോസ് ഓഫ് യുവർ ന്യൂ ഐഡന്റിറ്റി, because you have been raised with Christ, we start from victory. നമ്മൾ വിജയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. And that gives us the guidelines how to think and how to act. Praise God. Or where to set our mind. എന്ന് വെച്ചാൽ നമ്മുടെ തോട്ട്സ് എവിടെ നിന്ന് തുടങ്ങണം? Where should we begin our thoughts from? എവിടെ നിന്ന് തുടങ്ങണം? വിക്ടറിയിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ ചിന്ത എവിടെ നിന്ന് തുടങ്ങണം? Because we begin with our identity. Our identity comes first, then our activity. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? നമ്മുടെ ഐഡന്റിറ്റി തുടങ്ങണം. നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? വിജയം. വിജയിച്ചിരിക്കുന്നു, അൾട്ടിമേറ്റ് വിക്ടറി. എന്ന് വെച്ചാൽ ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് പറയാം. നമ്മളിപ്പം ലൈക്ക് when we
going to start something or when we plan something നമ്മുടെ ജീവിതത്തിൽ അല്ലേ, നമ്മൾ ആദ്യമേ നമ്മൾ അങ്ങ് പറയും എന്താണ്, ഓ നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എന്താണ് പറയും, പരാജയമാണ്, എനിക്കത് പറഞ്ഞിട്ട് ഉള്ളതല്ല. ദാറ്റ് ഈസ് നോട്ട് വെയർ യു ബിഗിൻ, ബിക്കോസ് യു ഹാവ് എ ന്യൂ ഐഡന്റിറ്റി. എന്താണ്? ആൻഡ് വി നീഡ് ടു തിങ്ക്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൂ യു ആർ. പ്രൈസ് ഗോഡ്. യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം വിക്ടറി. എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വെൻ യു ടേക്ക് എ സ്റ്റെപ്പ്, ആദ്യത്തെ തോട്ട് എന്താണ്? ഇഫ് ഐ ഹാവ് ബീൻ റേസ്ഡ് അപ്പ് വിത്ത് ക്രൈസ്റ്റ്, ഇഫ് ക്രൈസ്റ്റ് ഈസ് ഫോർ മീ, ഐ വിൽ നോട്ട് ഫെയിൽ. അവിടെ നിന്ന് തുടങ്ങണം. പ്രൈസ് ഗോഡ്. എന്ന് വെച്ചാൽ ആ ചിന്തയെ പോസിറ്റീവ് ആയിരിക്കണം. മനസ്സിലായോ? ഹോപ്പ്ലെസ് ആയിട്ട് ചിന്തിക്കരുത്. ആമേ, സ്തോത്രം. നെഗറ്റീവായിട്ട് ചിന്തിച്ച് തുടങ്ങരുത്. Praise God. You may have many, shortcomings. Praise God. Or you may have many ineligibilities. Your education, your knowledge, or your strength, your age, may not, align with the task that is ahead of you. But do not worry about that. If it is the plan of God, if it is praise God, the purpose of God, let's begin from victory. If God is with me despite of many unfavorable circumstances, despite of many ineligibilities, I will see the victory. Hallelujah. I will end up in success. എത്ര പേർക്ക് പറയാൻ തക്കണോ സാധിക്കും? സ്തോത്രം. നന്നായിട്ട് വിജയത്തിന് തുടങ്ങണം. We need to start from success. അതുകൊണ്ട് എന്നിട്ട് പറയുകയാണ്, എന്താണ് പറയുന്നത്? യു ഹാവ് ടു സെറ്റ് യുവർ തിങ്സ് ഓർ യുവർ മൈൻഡ് ഓൺ തിങ്സ് എബവ്, മുകളിലുള്ള കാര്യങ്ങളിൽ. എന്ന് വെച്ചാൽ ഡു നോട്ട് ഡു നോട്ട് കോട്ട് ബി റോങ്. നമ്മുടെ ദൈവമക്കളായി തീർന്നു കഴിഞ്ഞാൽ it doesn't mean that you have to forget all the responsibility of this world. I'm not saying that. We have to still pay our bills, right? And we have to still raise children, right? And we have to do our jobs, everything. But, it doesn't ask us to forget those things. When Apostle Paul says, set your minds on things above, it talks about your priority. Praise God. Do everything, okay? Work and raise your children, pay your bills. You need to do what you need to do. Praise God. Do those things, but your priority should be Christ and the things of above. Hallelujah. നമ്മുടെ priority ഏതാണെന്നുള്ളതാണ്. സ്തോത്രം. നമ്മുടെ പ്രയോറിറ്റി അതാണെന്നുണ്ടെങ്കിൽ, ലെറ്റ് മീ ടെൽ യു മൈ ബിലവഡ്, യു വിൽ നെവർ എവർ ഫെയിൽ. താഴെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് വി ഹാവ് the three tenses of Christians. മൂന്ന് കാലങ്ങളെ പറ്റി പറയുന്നുണ്ട്. That is verse number 3. It says, നിങ്ങൾ മരിച്ചു, for you have died. That is our past. What is our past? Died. And now അടുത്ത്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. What is your present? What is your present? You are hidden in Christ. That is a security. Okay? So you are died, that is your past. You are hidden in Christ, that is your present. Then when you come to verse number 4, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ, you will be revealed with him in glory, which means you will be glorified. That is your future. Okay. In other words, Apostle Paul says, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? Praise God. Nothing should stop you from victory. Your past cannot stop you from victory.
I mean, your present cannot stop you from victory. Your future cannot stop you from victory. Praise God. ആമേ സ്തോത്രം. ഈ കാലങ്ങൾക്കൊന്നും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. കാലങ്ങൾക്കൊന്നുമേ. ഈ നമ്മളെ പരാജയപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ചിന്തകളാണ്. പ്രൈസ് ഗാഡ്. കാലങ്ങളോ സാഹചര്യങ്ങളോ ഒന്നുമല്ല നമ്മളെ പരാജയപ്പെടുത്തുന്നത്. അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഒരേ ഒരു കാര്യം എന്താ പറയുക? in chapter 3, ആമേൻ, പ്രൈസ് ഗാഡ്, your position has changed. What is your position? Praise God. You were the children of the world and now you are the children of God. Your position has changed. If Christ has changed your position, Christ must also change your practice. Praise God. എന്താണ് പ്രാക്ടീസ്? നമ്മുടെ പ്രവൃത്തി. പൊസിഷൻ ചേഞ്ച് ആയതുകൊണ്ട് കാര്യമില്ല. പിന്നെ എന്തും കൂടെ ചേഞ്ച് ആകണം. പ്രാക്ടീസ്. അതാണ് താഴോട്ട് പറയുന്നത്. പ്രാക്ടീസ്. ആ പ്രാക്ടീസിനകത്ത് ചേഞ്ച് റിഫ്ലക്റ്റ് ആകണം. പ്രൈസ് ഗാഡ്. ഇനിയും ആമേൻ, if you don't set your minds on things above, ആ ചേഞ്ച് won't be reflected in practice. കാരണം ഈ ചേഞ്ച് എവിടെ നിന്ന് ആരംഭിക്കുന്നത്? മനസ്സിൽ നിന്ന്, നല്ല ചിന്തയിൽ നിന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത് കേവലം ഒരു മിയർ പോസിറ്റീവ് തോട്ട് അല്ല, മറിച്ച് ഹെവൻലി തിങ്സിനെ പറ്റിയാണ് പറയുന്നത്. ആമേ സ്തോത്രം. അപ്പോൾ നമ്മുടെ മനസ്സ് നല്ലതിനകത്ത് അങ്ങോട്ട് ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ വിജയത്തിൽ നിന്ന് ചുമ്മാ വിജയം not talking about the victory of this world, but the victory that Jesus provided us. If we can begin from there, amen, praise God, our victory will be reflected on everything. Okay, so ഇനി ഈ താഴെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനത് പറയണോന്ന് വേണോ വേണ്ടോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്രയും പറഞ്ഞപ്പോൾ അതുകൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്തേക്കാം. ആമേൻ സ്തോത്രം. So the first thing Apostle Paul says, you have to set your things on above. Your mind should be okay, all right. Then എന്നിട്ട് താഴോട്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, now you have to put on the new self. പുതിയ മനുഷ്യനെ എന്ത് ചെയ്യണം? ധരിക്കണം. So Paul says you have to take off the old self, get rid of the old self and put on the new self. അതെന്തൊക്കെയാണ് താഴോട്ട് പറയുന്നുണ്ട്. He's talking about like wearing an outfit. ഈ പുതിയ മനുഷ്യനെ ധരിക്കുകയും പഴയ മനുഷ്യനെ എടുത്ത് കളയും വസ്ത്രം ധരിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് ഓക്കെ, സോ എന്തൊക്കെയാണ് പുതിയ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൈൻഡ്നെസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പൗലോസ് അവിടെ പറയുന്നുണ്ട്. എന്താണ് പഴയ മനുഷ്യനെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് പുട്ടിങ് ഓൺ ക്രൈസ്റ്റ് is like or putting on new self is like wearing new outfit. Okay, you change outfits, right? നമ്മൾ ക്ലോത്ത്സ് ചേഞ്ച് ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ you always like when you go out you wear the same outfit what you wear at home. ഇല്ല, നമ്മൾ എന്ത് ചെയ്യും? വിൽ ഗോ ആൻഡ് ഈ ഔട്ട്ഫിറ്റ് വെയർ ചെയ്യാന്ന് പറയുന്നത് ഈസി പരിപാടി. ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി പരിപാടിയല്ല, റൈറ്റ്? ഇപ്പോൾ ഒരു വെഡ്ഡിങ് വന്നേ, നമ്മുടെ പിന്നെ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് ക്ലോസറ്റിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഈ ഔട്ട്ഫിറ്റ് വെയർ ചെയ്യാന്ന് പറയുമ്പം ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മുടെ ഷേപ്പും കൂടെ ഒന്ന് ശരിയാകണം അല്ലേ? അപ്പോൾ അതിനകത്തോട്ടൊന്ന് കയറി പറ്റാൻ നമ്മൾ എന്തൊക്കെ അടുത്ത സമയത്ത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാത്തവരും ഉപവാസം എടുക്കാത്തവരും വേണമെങ്കിൽ 2-3 ആഴ്ച വേണമെങ്കിൽ പട്ടിണി കിടക്കും. കാരണം ഈ സൂട്ടിനകത്തോട്ടൊന്ന് ഈ ചുരിദാറിനകത്തോട്ട് നമ്മളൊന്ന് കയറി പറ്റണ്ടേ, റൈറ്റ്? സോ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ് ലൈക്ക് ചേഞ്ചിങ് ദി ഔട്ട്ഫിറ്റ്. ലൈക്ക് നിങ്ങൾ എങ്ങനെയാണ് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്യുന്നത്? ലൈക്ക് യു ഹാവ് ലോട്ട്സ് ഓഫ് ക്ലോത്ത്സ് ഇൻ ദ ക്ലോസറ്റ് ആൻഡ് യു ഗോ ടു ദ ക്ലോസറ്റ് ആൻഡ് യു ജസ്റ്റ് ചേഞ്ച് ദെയർ, യു ജസ്റ്റ് സ്റ്റാൻഡ് ദെയർ and the outfit will come to you and fall on you and you say, tada, I'm ready. Is that how you change? No. You have to select, you have to iron, and
ലൈക്ക് ഇഫ് ഇറ്റ് ഡസൻറ്റ് ഫിറ്റ് അത് പിന്നെ അതിനെക്കാട്ടും വലിയ പ്രോബ്ലമായി. റൈറ്റ്? സോ ഇറ്റ്സ് ലൈക്ക് പുട്ടിങ് ഓൺ ദ ന്യൂ സെൽഫ് ഈസ് ലൈക്ക് വെയറിങ് ആൻ ഔട്ട്ഫിറ്റ്. ഓക്കെ, ദ ഫസ്റ്റ് തിങ്, ഓക്കെ, നമ്മളിപ്പം വീട്ടിൽ നിൽക്കുകയാണ്. ഓൾ ഓഫ് എ സഡൻ യു ഹാവ് ടു ഗോ ടു ഓഫീസ് ഓർ എ ഫംഗ്ഷൻ. You go to the closet and put the new outfit on top of the old one. പുതിയ ഒരു വസ്ത്രം അതായത് വീട്ടിൽ നിൽക്കുന്ന വസ്ത്രത്തിന്റെ മേളിൽ വേറൊരു വസ്ത്രം ഇട്ടുകൊണ്ടാണോ പോകുന്നത്? അല്ല, the first thing what do? You take off the old one, right? And this putting on the new self is like the first thing you have to take off the old self. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വസ്ത്രം എങ്ങനെയായിരിക്കണമെന്നാണ് പറയുന്നത്. Then you put on the new one and you have to shape yourself. It takes time. ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിട്ട് നമ്മുടെ വസ്ത്രം എന്താണെന്നാണ് പറയുന്നത്. So verse number 12, so as those who have been chosen of God, holy and beloved, put on a heart of compassion, kindness, humility, gentleness and patience. Okay, so when people see you, when you go out, when people see you, what is the first thing that they notice? Your outfit. അതാണ് ആദ്യം കാണുന്നത്. എന്താണ്? നമ്മുടെ ഔട്ട്ഫിറ്റ് ആണ്. And if you're going to a function, you're not quite confident about your outfit, പിന്നെ നമ്മൾ എവിടെയെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങാൻ നോക്കും, അല്ലേ? നമ്മുടെ വസ്ത്രം ശരിയല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതേസമയം നമ്മുടെ ഔട്ട്ഫിറ്റ് മാത്രമല്ല, നമ്മുടെ ബോഡി ഫിറ്റാണ്. ഇങ്ങനെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ബട്ടൺസ് ഒന്നുമില്ല, ഇങ്ങനെ നല്ല സൂപ്പറായിട്ടാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ സ്പീച്ചിനകത്ത് ആ കോൺഫിഡൻസ് കാണും. we will go around and speak with everyone because we have that confidence, like outfit is really good, right? So as Christians, നമ്മുടെ ഔട്ട്ഫിറ്റ് എന്താണ്? Compassion, kindness, humility, greatness, patience. So when you go out and mingle with people, they should see this. Praise God. ഈ ഔട്ട്ഫിറ്റ് കാണണം. But it all starts from what has happened inside. So this outfit, ഈ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്, it is a result of the change that already occurred in your heart. Praise God. എന്നിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ ഔട്ട്ഫിറ്റുമായിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴുണ്ടല്ലോ ഒരു കാര്യം സംഭവിക്കും. അത് പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം. That is in chapter 3. And chapter 3 and verse number 15. The peace of God will rule your heart. Praise God. എന്താണ്? ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിന് അങ്ങോട്ട് വാഴും. Praise God. If your mind is set on things above, and if we have the right outfit, let me tell you, my beloved, that what is going to rule in your house, what is going to impair your life is not, it is not collapses, it is not any kind of, problems, praise God, turmoils, but it is the peace of God. പീസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സമാധാനമായിരിക്കണം നമ്മളെ ഭരിക്കുന്നത്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, എത്ര പേര് ആമേൻ സ്തോത്രം ഈ പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങളോടൊന്ന് സമർപ്പിച്ചു കൊടുക്കും? ആമേൻ. ലോർഡ്, I wanted to have the right mindset and I wanted to have the right outfit because I want the peace of God to rule in my heart, in my life. Hallelujah. താഴോട്ട് വായിക്കുമ്പോൾ not only the peace of God, പക്ഷേ അവരുടെ ജീവിതത്തിൽ ആമേൻ സാംസ് കാണും, സോങ്സ് കാണും, വർഷിപ്പ് കാണും, സങ്കീർത്തനം കാണും, പാട്ട് കാണും, ആനന്ദം കാണും. ആമേൻ, പ്രൈസ് ഗോഡ്. പിന്നെ ജീവിതമേ അങ്ങ് മാറും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നമ്മൾ totally മാറിയിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. This is what the change of the change that Jesus can bring in our life. യേശു കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ചേഞ്ച്. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. കർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കാം ഇന്ന് പകൽക്കാലം. ആമേൻ, സ്തോത്രം. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം.
കർത്താവേ, ഹെൽപ്പ് മീ ടു അണ്ടർസ്റ്റാൻഡ് ഹൂ ഐ ആം. ഞാൻ ആരാണെന്ന്, ആമേ സ്തോത്രം, എന്നെ ഒന്ന് മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് നൽകി തരണമേ. ഹെൽപ്പ് മീ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഐഡന്റിറ്റി. ഐ ആം നോട്ട് ഡെഡ്. I have been raised up with Jesus Christ. Amen. Praise God. I will start from victory. Amen. സ്തോത്രം. ഞാൻ വിജയത്തിൽ നിന്ന് തുടങ്ങുകയാണ്. Amen. സ്തോത്രം. My thoughts, my deeds, everything, I start from victory. Amen. Praise God. ഞാൻ നെഗറ്റീവ് വാക്കുകളിൽ നിന്നല്ല, നെഗറ്റീവ് ചിന്തകളിൽ നിന്നല്ല, വിജയിച്ചവൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ, വിജയിച്ചവനോട് കൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുമ്പോൾ ഞാൻ ആരംഭിക്കുന്നത് വിജയത്തിൽ നിന്നാണ്. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ ഒരു ധൈര്യമുള്ളവര്, ആമേൻ, എത്ര പേര് കർത്താവിനെ സ്തുതിക്കും, എത്ര പേര് കർത്താവിനെ ആരാധിക്കും. നമുക്ക് വി ഹാവ് എ സ്മോൾ ജനറൽ ബോഡി നൗ, സോ ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് ടൈം ടു സിംഗ് എ സോങ് ആൻഡ് വർഷിപ്പ്. പ്രൈസ് ഗോഡ്. ക്യാൻ യു സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്? ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് കർത്താവിനോട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, എല്ലാവരും ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ വിജയത്തിൽ നിന്ന് തുടങ്ങുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ. ഹല്ലേലൂയ.